Hello everyone, I am Ajay. Welcome to another episode of Varna Prapancham. നമ്മളിവിടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ട് ഈ കാണുന്നതാണ് ഒൻറ്റാറിയോ ലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇരുമ്പ് പാലമുണ്ട്. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അതുകൊണ്ട് ആ കാണുന്ന ഇരുമ്പ് പാലത്തെ കൂടെ നമ്മൾ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് ബീച്ചുകളൊക്കെ ഉണ്ട്. ഇതിന് പാരലായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് മേളിൽ കൂടെ പോകുന്നത് റെയിൽവേ പാളമാണ്. എന്തായാലും നമുക്ക് ഇത് എന്തൊന്ന് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതാണ്ട് അവിടെ താഴെ നിന്ന് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇതാണ്ടോ നേരെ ചെന്ന് ഇവിടേക്കാണ് കയറുന്നത്. ഇതിലൂടെയൊക്കെയാണ് സാൽമൺ കയറി വരും. ബോട്ട് ട്രെയിനാണ് ഈ പോകുന്നത്. എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. എനിക്ക് തോന്നി ചിലപ്പോൾ ഫ്ലവറൊക്കെ വരുന്നതാണെന്ന് തോന്നും. എൻ്റെ അടുത്ത ഗോ ട്രെയിൻ വരുന്നുണ്ട്. ഈ ആർച്ചിൻ്റെ അകത്തേക്ക് കൂടെ കയറി വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അതുകൊണ്ട് അവിടുന്ന് ആ ബ്രിഡ്ജിൽ കൂടെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതുണ്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. വാക്കിങ്ങിനൊക്കെ പറ്റി അടിപൊളി സ്ഥലമാണിത്. നമ്മൾ നടന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് പോകണം. റൈറ്റ് സൈഡിലോട്ടും ട്രെയിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചിരിക്കുകയാണത്. പബ്ലിക് ആക്സസ് ആയിട്ടില്ല. വാ ഓടി വാ. എങ്ങനെയുണ്ട് സ്ഥലം? ഇവിടെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. നമുക്ക് ചൂണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരണം, ലൈസൻസ് എടുത്തുകൊണ്ട് വരാം. ഇവിടെ അടിപൊളി സ്ഥലമാണ്. ഫിഷിങ്ങിന് പറ്റിയ സ്പോട്ടാണ്. വേറെ എങ്ങും നമുക്ക് പോകേണ്ട. ഇച്ചിരി ഒതുക്കമുണ്ട്. കിട്ടിയാൽ നല്ലതായിരുന്നു. കിട്ടുമേ. മരങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എന്തോരം മരങ്ങളൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് സീകൾ പോകും. ഞങ്ങൾ കുറച്ച് ദൂരം ഇനിയിപ്പം മുന്നോട്ട് പോകണം. ഇതിന് പാരലായിട്ട് ഇനി ബീച്ചാണ്. ഒരുപാട് ദൂരമുണ്ട് ഇനി നടക്കാനൊക്കെ ആയിട്ട്. ബീച്ചിൻ്റെ സൈഡിലൂടെ തന്നെ നടക്കാനുള്ള നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റോഡുണ്ട്. അത് കാണാനാണ് കുറച്ചും കൂടി ഭംഗി. നമുക്ക് സൈക്ലിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഏരിയയാണ്. ഇതാ കണ്ടോ. അപ്പോൾ ഇനി ഇത് ഏത് ലൊക്കേഷനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്താ ഇവിടെയുണ്ട്. ഈസ്റ്റ് പോയിൻ്റ് പാർക്ക്. ഇത് നേരത്തെ ഒരു പാർക്കൂടെ അപ്പുറത്തൂടെ ഉണ്ട്. അവിടെ ഈസ്റ്റ് പോയിൻ്റ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് രസമുണ്ട് കാണാൻ. ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. അതാണ്ട് അവിടെയുള്ള ഇതുവരെ കാണാൻ പറ്റും, കല്ല് വരെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓ അതാണ്ട് വാട്ടർ പോകുന്നു. വാട്ടർ വീഴല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനേ നല്ല ഇച്ചിരി ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരിക്കാൻ ഒരു അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വീതിയുള്ള കല. എന്നോ പൊലിപ്പുള്ള കല്ല നോക്കിയേ. ബാർബിക്യൂ കഴിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ ഇവിടെ ആരും അടിച്ച് കണ്ടിട്ടില്ല.
ഈ അതുകൊണ്ട് അവിടെ കുറേ കനഡിയൻ ഗൂസ് കിടക്കും തോന്നുന്നു. ഒരുപാട് താഴെ വെള്ളത്തിലുണ്ട് ഒരുപാട് പേര്. വാ വാ നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട താറാവ് പോലെ കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ദീപേ വാ കനഡിയൻ ഗൂസിനെടുത്തൊന്ന് പോയിച്ചോ. എന്നിട്ട് കൊത്തും കൊണ്ടിട്ട് ഓടി വരും. പിന്നെ അത് കൊത്തത്തൊന്നുമില്ല. അങ്ങോട്ട് ചെന്നാൽ മതി. കാനഡയുടെ ഫസ്റ്റ് നേഷനാ, ഫസ്റ്റ് സിറ്റിസൺ. വേണ്ട അത് അങ്ങോട്ട് പോകും. അതെന്തോ അതിൻ്റെ ചിറക് മാത്രം ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. What happened to that? ആ നമുക്കതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, പിന്നെ ഈ പോയേക്കാം. ഇവിടെ ഇരിക്കണോ? എന്താ പറ്റുന്നില്ലേ? പോട്ടെ. ഓക്കെ അങ്ങനെ അറ്റത്ത് പോകാം, നമുക്ക് അവിടെ പോയിരിക്കാം. അവിടെ പോയിരുന്നിട്ട് വല്ല സ്നാക്സ് വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാം. ആ കാലതിനിടയ്ക്ക് പോലും നോക്കിക്കോണേ. ഓ അവിടെ ഇരിക്കാം. മൊബൈൽ സൂക്ഷിച്ചോണേ. ഇവിടെ ഇതുപോലത്തെയൊക്കെ ഒരുപാട് പൂക്കൾ, റോസും വൈറ്റും ആയിട്ടൊക്കെയുള്ള ഒരുപാടൊക്കെ ഈ വഴിയേരിയിലൊക്കെ നിൽപ്പുണ്ട്. അവിടെ ഒരാളാണെങ്കിൽ കസാരയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചൂണ്ടയിടുവാന്ന് തോന്നുന്നു. നല്ല വീതിയുള്ള കല്ലാണ്, അപ്പോൾ കസാരയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റും. കുറേ പേര് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലാത്ത സൈക്കിളിലൊക്കെ സവാരി നടത്തുന്നു. ഇവിടെ ഇങ്ങനെ ലേക്കിലോട്ട് ഇങ്ങനെ തള്ളിയിട്ട് ഇതുപോലെ കല്ല് പാകിയിട്ടുണ്ട്. അത് ഈ തീരം ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ക്രമീകരണമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാ ഭംഗിയുണ്ട് കാണാനേ. ഇത് കണ്ടോ, ഈ ലേക്കിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ടീ പോലെ ഇതുപോലൊരു ചിറ, അതായത് ലേക്കിൻ്റെ സൈഡിലെല്ലാം കല്ല് നിരത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ ടീ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ദാണ്ട് ആ ഭാഗത്തേക്കൊന്നും വന്നില്ലായിരുന്നു. ഇതിന് കുറച്ച് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ വന്നിട്ട് മടങ്ങി പോണ് ചെയ്ത്. എന്തായാലും മുന്നോട്ട് വരുന്തോറും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉരുളങ്കല്ല് നല്ല രസമുണ്ട്. ഈ ഗാർഡനിലൊക്കെ ഇടാൻ പറ്റുന്നല്ലേ, അക്വേറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകൾ പോലെ തന്നെയുണ്ട്. ഗാർഡനിലേക്ക് നമുക്ക് കല്ല് വാങ്ങിക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്ന് വെറുതെ പോയാൽ മതി. തന്നെ കളറിൽ വന്നതുകൊണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് കുറേ ആൾക്കാരിങ്ങനെ വെയിലുമൊക്കെ കാഞ്ഞ് സൈക്കിളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ട് ഇരിപ്പുണ്ട്. കുറേ പേര് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഇങ്ങനെ ട്രോളി കുന്തിക്കൊണ്ട് നടക്കുന്ന ചെറിയ ട്രോളിയുണ്ട്, അവസ്ഥയിലാണ്. ദീപേ വാദിവേ ഇപ്പം ഞങ്ങൾ നടന്ന് ഇതിൻ്റെ മുകളിലെത്തി. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്.
ഓ അടിപൊളി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ ഈ ലൊക്കേഷൻ. നമ്മൾ അവിടെ വന്നത് എവിടെയോ അവിടെയല്ല, എൻ്റെ അപ്പുറത്തെങ്ങാണ്ട. നമ്മളിതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇവിടെ നല്ലൊരു സ്ഥലമാണ്. അത് ഇങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ സൈക്കിൾ വെക്കാൻ പറ്റും. ഓ അവിടെ നേരത്തെ ഇറങ്ങാൻ പറ്റുമോയെന്നോ എനിക്കറിയത്തില്ല. ഓ ഇതിനടി കൂടെ വേറെ എവിടെ നിന്നുള്ള എന്തോ വെള്ളം കയറി വരുന്നുണ്ട്, അതാണ് തോന്നുന്നു അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ട്രെയിൽ ഇവിടെ അവസാനിക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഗോ ട്രെയിൻ പോകുന്നതില്ല ഇവിടെ. ഇതെല്ലാം ബീച്ചിൻ്റെ ഏരിയയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ട്രെയിൽ യാത്ര ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് ദൂരം യാത്ര ചെയ്തു. തളർന്നു, ക്ഷീണിച്ചു. ഏകദേശം 2 മണിക്കൂറായി ക്ഷീണിച്ചു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.